സോഫ്റ്റ്വെയർ കമ്പനിയിലെ സെയിൽസ്മാനായ ആള് പഠിപ്പിച്ചു തരുന്ന 4 ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു സ്റ്റോറി ആള് പറയുന്നുണ്ട്. ഈ സ്റ്റോറിയിലൂടെ ആള് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും റോബോട്ടിനെ പോലെ സംസാരിക്കാതിരിക്കുക. 2 എതിർപ്പുകളെയാണ് നമ്മൾ അവസരങ്ങളാക്കി മാറ്റേണ്ടതായിട്ടുള്ളത്. 3 ആദ്യ കോളിൽ തന്നെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ നോക്കരുത്. 4 റഫറൻസുകൾ ചോദിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇയാളൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ സെയിൽസ്മാൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം ഇഷ്ടം പോലെ കോൾ ചെയ്യുന്നുണ്ട്. ആരും പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആരും നല്ലൊരു ഫീഡ്ബാക്ക് തരുന്നില്ല. എന്നാൽ അവസാനം വിളിച്ച് ഒരു കോൾ മാത്രം പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. ആളോട് സംസാരിച്ചപ്പോൾ ആളൊരു കൃഷിക്കാരനാണ്. അപ്പോൾ ഒരിക്കലും ഒരു കൃഷിക്കാരന് സോഫ്റ്റ്വെയർ കമ്പനി ആവശ്യം വരുന്നില്ല. ആൾ പറയുന്നത് എനിക്കൊരു 10 എംപ്ലോയീസ് ആണുള്ളത്. അതിന് ഞാനൊരു അക്കൗണ്ടിനെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പ്രോഡക്റ്റ് ഒരിക്കലും യൂസ്ഫുൾ ആവുന്നില്ല. എന്നാലും അങ്ങനെ കുറേ ഈ ഒരു വ്യക്തി ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാണ്ട് അങ്ങനെ ക്ലോസ് ആയി സംസാരിക്കുകയാണ്. സംസാരിച്ച് വന്നപ്പോൾ പറയാണ് ഓക്കെ എനിക്ക് നിന്നോടും നിനക്ക് എന്നോടും കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഓക്കെ അടിപൊളിയായിട്ട് തോന്നി. പക്ഷേ മോനെ നീ ഈ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റ് എനിക്ക് ഒരിക്കലും യൂസ്ഫുൾ ആവുന്നില്ല. പക്ഷേ എന്റെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് നോക്കുന്ന ഒരു ആളുണ്ട്. ആ ആളെ വേണമെങ്കിൽ ഞാൻ നിനക്ക് കണക്ട് ചെയ്ത് തരാം. നീ ഈ ഒരു നമ്പർ നോട്ട് ചെയ്തോ, എന്നിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി. ആൾ എന്തായാലും നിനക്കൊരു മീറ്റിംഗോ അപ്പോയിന്റ്മെന്റോ തരാതിരിക്കില്ല. നമ്മൾ ആദ്യ കോളിൽ തന്നെ നമ്മളൊരു റോബോട്ടിനെ പോലെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആയി പോകും. പിന്നെ ആദ്യ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും, നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടും, നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക.